വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. നോക്കാം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകും പിന്നെ കുറച്ച് ജീരകവും, ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ജീരകവും കടുകും പൊട്ടുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതും, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എൻ്റെ നിറമൊന്ന് മാറേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ആ 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഗോതമ്പ് പൊടി ഒന്ന് നന്നായിട്ട് മൂക്കണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ കടുകും ജീരകവും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പായാലും മതി, ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ സാദാ പരിപ്പ് കുറച്ചിട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ആ ഓയിലിൽ കിടന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റുള്ള ക്യാരറ്റ് അതേപോലെ തന്നെയുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പരിപ്പും കൂടെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്നും വിട്ടുപോയി ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചേർത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചേക്കണം 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. കളർ മാറരുത്, പക്ഷെ നല്ലൊരു മൂത്ത മണം വരണ വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ലൊരു മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആ ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അത് കംപ്ലീറ്റ് തണുക്കണ വരെ മാറ്റി വെക്കാം. ഇപ്പം ഈ മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ്. 1/2 കപ്പ് തൈരും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം സാവധാനത്തിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഈ മാവ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ ചേർത്ത ഉടനെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഹാർഡായിട്ട് പോകും. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കുറേ നേരം വെക്കരുത് കേട്ടോ. നമുക്ക് ഈ മാവ് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. പിന്നെ നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ചേർത്തത് കൊണ്ട് ഈവൻ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാൻ പറ്റും. കെച്ചപ്പും കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും.